In this video, we are going to discuss about the previous year's questions that is coming from the chapter Anatomy of Flowering Plants. So we can start first question. Match the following column A and B. Here A and B columns are given. A column companion cell, lenticel, bulliform cells, subbearing cells, mesophyll cells, endodermal cell. B column stomata, chlorophyll bearing cell, casparian stripe present between xylem and phloem tissue, empty colorless cells, exchange of gases. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ കോളത്തിന് മാച്ച് ആയിട്ടുള്ളത് ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കമ്പാനിയൻ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫ്ലോയം ടിഷ്യൂ. ഫ്ലോയത്തിന്റെ ഒരു കമ്പോണന്റ് ആണ്. സോ കമ്പാനിയൻ സെല്ലിന് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്താണ്? ഫ്ലോയം ടിഷ്യൂ. നെക്സ്റ്റ് വൺ ലെന്റിസെൽ. ലെന്റിസെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലെൻ ഷേപ്ഡ് ഓപ്പണിംഗ് ഫോംഡ് ഇൻ കോർക്കിൽ ഫോം ചെയ്യപ്പെടുന്ന ഒരു ലെൻ ഷേപ്ഡ് ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ലെന്റിസെൽ. ആ ലെന്റിസെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. നെക്സ്റ്റ് വൺ ബുള്ളിഫോം സെൽസ്. ബുള്ളിഫോം സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണോകോട്ട് ലീഫുകളിൽ എസ്പെഷ്യലി ഗ്രാസ് അതിലൊക്കെ കാണപ്പെടുന്ന, അതിൻ്റെയൊക്കെ അപ്പർ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന ഒരു ലാർജ് എംപ്റ്റി കളർലെസ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ബുള്ളിഫോം സെൽസ്. അപ്പോൾ ബുള്ളിഫോം സെൽസിന് മാച്ച് ചെയ്ത് വരുന്നത് എന്താണ്? എംപ്റ്റി കളർലെസ് സെൽസ്. നെക്സ്റ്റ് വൺ സബ്ഡിയറി സെൽസ്. സബ്ഡിയറി സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സബ്ഡിയറി സെൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? സബ്ഡിയറി സെൽസ് കാണപ്പെടുന്നത് സ്റ്റൊമാറ്റയിലാണ്, അല്ലെ? സ്റ്റൊമാറ്റയിൽ കാണപ്പെടുന്നതാണ് എന്ത്? സബ്ഡിയറി സെൽസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ വന്നിരിക്കുന്നത് എന്താണ്? മീസോഫിൽ സെൽസ് ആണ്. മീസോഫിൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫുകളിലുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ത്? മീസോഫിൽ സെൽസ്, അല്ലെ? മീസോഫിൽ സെൽസിന്റെ പ്രത്യേകത which contain chlorophyll. So we can write the answer mesophyll cell, chlorophyll bearing cells. The next one endodermal cells. Endodermal cells ഇവിടെ മാച്ച് ചെയ്ത് വരുന്നത് ഏതായിരിക്കും? endodermal cells എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്നർ ടു ദ കോർട്ടെക്സ് ലെയർ, അല്ലെ? അതിനെയാണ് എന്ന് വിളിക്കുന്നത് എൻഡോഡെർമിസ് എന്ന് വിളിക്കുന്നത്. ഈ എൻഡോഡെർമിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ടാൻജൻഷ്യൽ റേഡിയൽ വാളുകൾ തിക്കൻഡ് ആയിട്ട് കാണപ്പെടും. അവിടെ അടങ്ങിയിരിക്കുന്ന സ്യൂബറിൻ ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ട്, അല്ലെ? അത്തരം ഒരു തിക്കനിങ്ങിനെ വിളിക്കുന്ന പേരാണ് കാസ്പാരിയൻ തിക്കനിങ് അല്ലെങ്കിൽ കാസ്പാരിയൻ സ്ട്രൈപ്സ്, അല്ലെ? അതൊരു വാട്ടർ ഇംപെർമിയബിൾ ആണ്, വാക്സി മെറ്റീരിയൽ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എൻഡോഡെർമൽ സെൽസിനെ മാച്ച് ചെയ്ത് വരുന്നത് എന്തായിരിക്കും? കാസ്പാരിയൻ സ്ട്രൈപ്സ് ആയിരിക്കും. Is it clear? So the next question, two type of plant specimens were given to students for microscopical observation. They were directed to note down the features they observed. Major features noted by students were summarized in the box below. അപ്പോൾ രണ്ട് ടൈപ്പ് പ്ലാന്റ് സ്പെസിമെൻസ് സ്റ്റുഡൻസിന് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ അത് ഒബ്സർവ് ചെയ്തുകൊണ്ട് അവർ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ഫീച്ചേഴ്സിൽ നിന്ന് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ടു സ്പെസിമെൻ. ഈ ഫീച്ചേഴ്സ് നോക്കിയിട്ട് ആ സ്പെസിമെൻ ഏതാണെന്ന് നമ്മൾ പറയണം, എഴുതണം. രണ്ടാമതായിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ ബൈ പിക്കിംഗ് അപ്പ് ദ ഫീച്ചേഴ്സ് ഓഫ് സ്പെസിമെൻ ഫ്രം ദ ബോക്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ടു കോളം. അപ്പോൾ ആദ്യം ആ സ്പെസിമെൻ, രണ്ട് സ്പെസിമെനുകൾ ഏതാണെന്ന് നമ്മൾ ഈ ഫീച്ചർ നോക്കി പറയണം. അതിനുശേഷം ആ സ്പെസിമെനുകളിൽ നിന്ന് അതിന്റെ ഫീച്ചറുകൾ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഫീച്ചർ റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ ആൻഡ് 20 നമ്പർ. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ നമ്മൾ പഠിച്ചതാണ് അനാറ്റമിയിൽ, അല്ലെ? ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും ഡൈക്കോട്ട് റൂട്ടിന്റെയും മോണോകോട്ട് സ്റ്റെമ്മിന്റെയും മോണോകോട്ട് റൂട്ടിന്റെയും അനാറ്റമി പഠിച്ചതാണ്. അപ്പോൾ അവിടെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ റൂട്ടുകളിലും ഏതുതരം വാസ്കുലാർ ബണ്ടിലാണ് കാണപ്പെടുന്നത്? റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടർ ഒരു റൂട്ടിന്റെ ക്യാരക്ടർ ആണെന്ന് മനസ്സിലായി. അത് ഏത് റൂട്ടാണെന്നാണ് ഇനി നോക്കേണ്ടത്, അല്ലെ? റൂട്ടിന്റെ ക്യാരക്ടർ ആണെന്ന് മനസ്സിലായി. ഇനി അത് നോക്കേണ്ടത് ഏത് റൂട്ടിന്റെ ക്യാരക്ടറാണ്. രണ്ട് ടൈപ്പ് റൂട്ട് ഉണ്ട്, ഡൈക്കോട്ട് റൂട്ടും ഉണ്ട്, മോണോകോട്ട് റൂട്ടും ഉണ്ട്. So here the first feature radial vascular bundle are 20 in number എന്ന് പറഞ്ഞു. അടുത്തത് collateral vascular bundle arranged in the form of a ring and vascular bundles are few in number. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കൊളാറ്ററൽ വാസ്കുലാർ ബണ്ടിൽ ആണ്, അത് ഒരു റിംഗിന്റെ ഫോമിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ് കൊളാറ്ററൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെ? കൊളാറ്ററൽ വാസ്കുലാർ ബണ്ടിൽ കൺജോയിൻ കൊളാറ്ററൽ സൈഡ് ബൈ സൈഡ് ആയിട്ട് സെയിം റേഡിയസിൽ അറേഞ്ച് ചെയ്യുന്നു. ഇതിനെ സൈലവും ഫ്ലോയും ചേർന്ന വാസ്കുലാർ ബണ്ടിലുകളെ, അല്ലെ? അതാണ് കൊളാറ്ററൽ വാസ്കുലാർ ബണ്ടിൽ arranged in the form of a ring and vascular bundles are few in
നമ്പർ, വളരെ കുറച്ച് വാസ്കുലർ ബണ്ടിൽസേ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ അതെന്തിന്റെ ക്യാരക്ടറാണെന്ന് മനസ്സിലായി, അതൊരു സ്റ്റെമ്മിന്റെ ക്യാരക്ടർ ആണെന്ന് മനസ്സിലായി. അത് റൂട്ടിന്റെ ആണെന്ന് മനസ്സിലായി, രണ്ടാമത്തെ സ്റ്റെമ്മിന്റെ ആണെന്ന് മനസ്സിലായി. ഇനി അതിൽ ഡൈക്കോട്ട് സ്റ്റെം ആണോ മോണോക്കോട്ട് സ്റ്റെം ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. സൈലം റൗണ്ട് ഇൻ ഷേപ്പ്. ഇവിടെയുള്ള സൈലം ഒരു റൗണ്ട് ഷേപ്പിലാണ് കാണപ്പെടുന്നത്. മൂന്നാമത് ക്യാമ്പിയം പ്രസന്റ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. ഫ്ലോയത്തിനും സൈലത്തിനും ഇടയിലായിട്ട് ക്യാമ്പിയം കാണപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്നാണ് അല്ലെ. അപ്പോൾ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ ഒരു സ്റ്റെം ക്യാരക്ടറാണ്. ഏത് സ്റ്റെം ക്യാരക്ടറാണ്, ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ക്യാരക്ടറാണ്. ഇനി അടുത്ത സൈലം ഈസ് എക്സാർക്ക്. എക്സാർക്ക് സൈലം എല്ലാ റൂട്ടുകളിലും എന്താണ്, എക്സാർക്ക് സൈലമാണ്. എക്സാർക്ക് എന്താണ്, എൻഡാർക്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. എക്സാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോസൈലം ലൈ ടുവേഴ്സ് ദ പെരിഫറി ആൻഡ് മെറ്റാസൈലം ടുവേഴ്സ് ദ സെന്റർ അല്ലെ. മെറ്റാസൈലം സെന്ററിലേക്കും പ്രോട്ടോസൈലം പെരിഫറിയിലേക്കുമാണെങ്കിൽ ദാറ്റ് ഈസ് എക്സാർക്ക് സൈലം. ആ ഒരു കണ്ടീഷൻ കാണപ്പെടുന്നത് റൂട്ടുകളിലാണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് ഡൈക്കോട്ട് റൂട്ടാണോ മോണോക്കോട്ട് റൂട്ടാണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കണം ഈ ഒരു ക്വസ്റ്റ്യനിൽ കേട്ടോ. ഇനി അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, സൈലം ഈസ് എൻഡാർക്ക്. എൻഡാർക്ക് സൈലം. എൻഡാർക്ക് സൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രോട്ടോസൈലം ലൈ ടുവേഴ്സ് ദ സെന്റർ ആൻഡ് മെറ്റാസൈലം ടുവേഴ്സ് ദ പെരിഫറി. പ്രോട്ടോസൈലം സെന്ററിലേക്കും മെറ്റാസൈലം പെരിഫറൽ ഭാഗത്തേക്കുമാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എൻഡാർക്ക്. ദാറ്റ് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റെം അല്ലെ. എല്ലാ സ്റ്റെമ്മുകളുടെയും ഒരു സൈലം കണ്ടീഷനാണ് എന്ത്, എൻഡാർക്ക് എന്ന് പറയുന്നത്. അതിൽ ഡൈക്കോട്ട് സ്റ്റെമ്മും ഉണ്ട് മോണോക്കോട്ട് സ്റ്റെമ്മും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും ഫീച്ചറുകൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ സ്പെസിമെൻ എ ഏത് സ്പെസിമെൻ ബി ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് സ്പെസിമെൻ എ ഏതാണെന്ന് പറയാൻ പറ്റും. ഇതില് ഇപ്പൊ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്, ഒന്ന് ഡൈക്കോട്ട് സ്റ്റെം ആണ് തന്നിരിക്കുന്നത്, മറ്റൊന്ന് മോണോക്കോട്ട് റൂട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ. ഒരു സ്പെസിമെൻ ഡൈക്കോട്ട് സ്റ്റെം ആണ്. ഈ ക്യാരക്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഒരു സ്പെസിമെൻ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും മറ്റൊരു സ്പെസിമെൻ എന്തിന്റെയുമാണ്, മോണോക്കോട്ട് റൂട്ടിന്റെയുമാണ്. അപ്പൊ നമുക്ക് ഈ ക്യാരക്ടറുകളെ രണ്ട് കോളത്തിലായിട്ട് മാറ്റാം അല്ലെ. ഏതൊക്കെയാണ്, ഒരു സ്പെസിമെൻ ഏതാണെന്നാ പറഞ്ഞത്, ഒരു സ്പെസിമെൻ ഏതായിരുന്നു, സ്പെസിമെൻ എ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്, ഡൈക്കോട്ട് സ്റ്റെം ആണ്. സ്പെസിമെൻ ബി എന്ന് പറയുന്നത് ഏതാണ്, മോണോക്കോട്ട് റൂട്ടാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി അതെങ്ങനെയാ കിട്ടിയത്, ഈ ക്യാരക്ടറിൽ നിന്നാണ് നമുക്കത് കിട്ടിയത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ എ ആൻഡ് ബി എന്ന് പറയുന്ന സ്പെസിമെനുകളെ രണ്ട് കോളത്തിലായിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഫീച്ചേഴ്സ് അറേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഫീച്ചറുകൾ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് എഴുതാമല്ലോ. ലാറ്ററൽ വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ് ആൻഡ് വാസ്കുലർ ബണ്ടിൽസ് ആർ ഫ്യൂ ഇൻ നമ്പർ അല്ലെ. ഡൈക്കോട്ട് സ്റ്റെമ്മിലെ വാസ്കുലർ ബണ്ടിൽസ് വളരെ കുറച്ചേ ഉള്ളൂ. അതെങ്ങനെയാണ് കാണപ്പെടുന്നത്, ഫോം ഓഫ് എ റിംഗ്, റിംഗ് പോലെയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊരു ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഫീച്ചറാണ്. ഇനി അടുത്തൊരു ഫീച്ചർ ഏതാണ്, ക്യാമ്പിയം പ്രസന്റ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. വാസ്കുലർ ക്യാമ്പിയം ഓപ്പൺ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഫീച്ചറാണ്. അടുത്തത് സൈലം ഈസ് എൻഡാർക്ക്. സ്റ്റെമ്മുകളിലെല്ലാം എൻഡാർക്ക് കണ്ടീഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടത്തെ ഏത് കോളമാണ്, സ്പെസിമെൻ എ ആയ ഡൈക്കോട്ടിൽ ഏതൊക്കെ ക്യാരക്ടറുകൾ കൊടുക്കാം, ബിന്റെ ക്യാരക്ടർ കൊടുക്കാം, അതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കൊടുക്കാം, അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്ന ക്യാരക്ടറും കൊടുക്കാം അല്ലെ. ബി ഡി എഫ്, ഇതിലുള്ള ബി ആൻഡ് ഡി ആൻഡ് എഫ് ഈ ക്യാരക്ടറുകൾ ഏത് കോളത്തിൽ നമുക്ക് എഴുതാം, സ്പെസിമെൻ എ എന്ന് പറയുന്ന ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ കോളത്തിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ മോണോക്കോട്ട് റൂട്ട് എന്ന് പറയുന്നതാണ് അടുത്ത സ്പെസിമെൻ. മോണോക്കോട്ട് റൂട്ടിലെ വാസ്കുലർ ബണ്ടിൽസിന്റെ എണ്ണം ഡൈക്കോട്ട് റൂട്ടിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് സെക്കൻഡ് സ്പെസിമെൻ എന്താണ്, മോണോക്കോട്ട് റൂട്ടാണ്. മോണോക്കോട്ട് റൂട്ടിന്റെ ആൻസറുകൾ ഏതൊക്കെയായിരിക്കും, ഇതിലുള്ള ഫീച്ചറുകൾ എ എന്ന് പറയുന്നത് മോണോക്കോട്ട് റൂട്ടിന്റെ ഫീച്ചറാണ്, അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് മോണോക്കോട്ട് റൂട്ടിന്റെ ഫീച്ചറാണ്, അതുപോലെ തന്നെ എക്സാർക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, മോണോക്കോട്ട് റൂട്ടിന്റെ ഫീച്ചറാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നെയിം ദ ടു സ്പെസിമെൻ. സ്പെസിമെൻ എയും ബിയും എന്താണെന്ന് മനസ്സിലായി അല്ലേ. നമുക്ക് ഒരു സ്പെസിമെനെ ഡൈക്കോട്ട് സ്റ്റെം ആയിട്ടും മറ്റൊരു സ്പെസിമെനെ മോണോക്കോട്ട് റൂട്ടായിട്ടും നമുക്ക് കിട്ടി. അതിനുശേഷം മോണോക്കോട്ട് ഡൈക്കോട്ട് റൂട്ടിന്റെ ഫീച്ചറുകൾ നമ്മളിവിടെ തന്നിരിക്കുന്നതിനെ നമ്മൾ രണ്ട് കോളത്തിലായിട്ട് എഴുതി. ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ വരാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം. ഇസ് ഇറ്റ് ക്ലിയർ? Next question, in the anatomy lab Eugene observed the following features in the TS of plant part. ഏതൊക്കെയാണ്, radial and polyarch xylem bundle, parenchymatous cortex, large pit,
എൻഡോഡെർമിസ് വിത്ത് യൂണിസെല്ലുലാർ ഹെയർ, പെരിസൈക്കിൾ, എൻഡോഡെർമിസ് വിത്ത് കാസ്പാരിയൻ സ്ട്രൈപ്സ്. ഇതാണ് ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സിൽ നിന്ന് ഏത് പ്ലാന്റ് പാർട്ടാണ് അവിടെ യൂജിൻ ഒബ്സർവ് ചെയ്തതെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് ഡൈക്കോട്ട് സ്റ്റെം, മോണോകോട്ട് സ്റ്റെം, ഡൈക്കോട്ട് റൂട്ട്, മോണോകോട്ട് റൂട്ടിൻ്റെയൊക്കെ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ആണ്. അതിൽ ഏതിൻ്റെ ഫീച്ചേഴ്സ് ആണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്കിവിടെ റേഡിയൽ ആൻഡ് പോളിയാർക്ക് സൈലം ബണ്ടിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റി അവിടുത്തെ ആൻസർ എന്താണ്, ആ ഒരു ഫീച്ചർ എന്താണ്, റൂട്ടിന്റെ ഫീച്ചർ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ റൂട്ടുകളിലല്ലേ വരത്തുള്ളൂ, അപ്പൊ റൂട്ടിന്റെ ഫീച്ചർ ആണെന്ന് മനസ്സിലായി. ഇനി അവിടെ പോളിയാർക്ക് സൈലം ബണ്ടിൽസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. റൂട്ടുകളിൽ ഡൈക്കോട്ട് റൂട്ടുമുണ്ട്, മോണോകോട്ട് റൂട്ടുമുണ്ട്. ഡൈക്കോട്ട് റൂട്ടുകളിൽ അവിടുത്തെ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, വളരെ കുറച്ച് നമ്പറേ ഉള്ളൂ. എന്നാൽ മോണോകോട്ട് റൂട്ടുകളിൽ പോളിയാർക്ക് കണ്ടീഷനാണ്, ഒരുപാട് ബണ്ടിൽസുകൾ അവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ അത് മോണോകോട്ട് റൂട്ടാണ് നമ്മൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇതല്ലാതെ മറ്റുള്ള ക്യാരക്ടർ നോക്കിയാലും കിട്ടും. പാരൻകൈമാറ്റിസ് കോർട്ടെക്സ് ആണ്, ലാർജ് വിത്ത് കാണപ്പെടുന്നുണ്ട്. എപ്പിഡെർമിസിൽ യൂണിസെല്ലുലാർ ഹെയർസ് എന്ന് പറയുന്ന പാർട്ട്, അതായത് വാട്ടർ അബ്സോർബ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പാർട്ട് കാണപ്പെടുന്നുണ്ട്. പെരിസൈക്കിൾ ഉണ്ട്. എൻഡോഡെർമിസ് വിത്ത് കാസ്പാരിയൻ സ്ട്രൈപ്സ്, എൻഡോഡെർമിസിൽ കാസ്പാരിയൻ സ്ട്രൈപ്സും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഫീച്ചറുകൾ ഉള്ളത് റൂട്ടിൽ എവിടെയാണ്, മോണോകോട്ട് പ്ലാന്റുകളിലാണ്. അപ്പൊ ആൻസർ എന്താണ്, മോണോകോട്ട് റൂട്ട്. ആൻസർ എന്താണ്, മോണോകോട്ട് റൂട്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഫീച്ചറുകൾ വെച്ചുകൊണ്ട് നമ്മൾ ആ പ്ലാന്റ് പാർട്ട് ഐഡന്റിഫൈ ചെയ്തു. ആൻസർ മോണോകോട്ട് റൂട്ട്. ക്ലിയർ ആയോ? ഇനി അവിടെ ചോദിച്ചിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ, റീഅറേഞ്ച് ദ ഗിവൻ റീജിയൻ ഫ്രം ദ പെരിഫറി ടു ദ സെന്റർ ഇൻ ദ കറക്റ്റ് സീക്വൻസ്. ഇതിനെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫീച്ചറുകളെ അതിന്റെ പെരിഫറൽ പാർട്ടിൽ നിന്ന് സെന്ററിലേക്കുള്ള പാർട്ടുകൾ അനുസരിച്ചുകൊണ്ട് കറക്റ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മുകളിലായിട്ട് ഏത് പാർട്ട് കാണപ്പെടുന്നുണ്ട്, എപ്പിഡെർമൽ പാർട്ട് കാണപ്പെടുന്നുണ്ട്. എപ്പിഡെർമൽ പാർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം പെരിഫറൽ ഭാഗത്ത് വരുന്നത് ഡി എന്നുള്ള ഓപ്ഷൻ നമുക്ക് എഴുതാം. കറക്റ്റ് സീക്വൻസിൽ എഴുതാനല്ലേ ചോദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഏത് പാർട്ടാണ് വരുന്നത്, പാരൻകൈമാറ്റിസ് കോർട്ടെക്സ്. എപ്പിഡെർമിസിൽ കഴിഞ്ഞാൽ അടുത്ത പാർട്ട് വരുന്നത് ഏതാണ്, കോർട്ടെക്സ് പാർട്ടാണ്. സോ ബി എന്നുള്ള ഫീച്ചർ നമുക്ക് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞാൽ അവിടെ വരുന്നത് ഏതാണ്, എൻഡോഡെർമിസ് പാർട്ടാണ് അല്ലേ. കോർട്ടെക്സ്, ഇന്നർ ടു ദ കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോഡെർമിസ് ആണ്. എഫ് എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് അവിടെ കൊടുക്കാം. ഇനി അതിനുശേഷം എൻഡോഡെർമിസിന് അകത്തായിട്ട് കാണപ്പെടുന്ന ലെയർ ഏതാണ്, പെരിസൈക്കിൾ ആണ്. അപ്പൊ നമുക്ക് അവിടെ ഇ എന്ന് പറയുന്ന ഫീച്ചർ കൊടുക്കാം. ഇനി അതിനുശേഷം പെരിസൈക്കിളിന് അകത്തായിട്ട് എന്താ കാണപ്പെടുന്നത്, റേഡിയൽ ആൻഡ് പോളിയാർക്ക് സൈലം ബണ്ടിൽസ്, വാസ്കുലാർ ബണ്ടിൽസുകളാണ് അവിടെ കാണപ്പെടുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ഫീച്ചർ കൊടുക്കാം. ഇനി അവസാനമായിട്ട് അതിന്റെ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, പിത്താണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം, സി എന്ന് പറയുന്ന പാർട്ട് കൊടുക്കാം. അപ്പൊ നമ്മളോട് ചോദിച്ചത് റീഅറേഞ്ച് ദ ഗിവൻ റീജിയൻ ഫ്രം ദ പെരിഫറി ടു ദ സെന്റർ ഇൻ ദ കറക്റ്റ് സീക്വൻസ്. ഇതിനെ അതിന്റെ പെരിഫറൽ പാർട്ടിൽ നിന്ന് സെന്ററിലേക്കുള്ള ആ ഒരു കറക്റ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആൻസർ ഡി ആയിരിക്കും. ഡി എന്ന് പറഞ്ഞാൽ എപ്പിഡെർമിസ് വിത്ത് യൂണിസെല്ലുലാർ ഹെയർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബി ആണ് പാരൻകൈമാറ്റിസ് കോർട്ടെക്സ്, ദെൻ എഫ് ആണ് അടുത്ത പാർട്ട് എൻഡോഡെർമിസ് വിത്ത് കാസ്പാരിയൻ സ്ട്രൈപ്സ്, ദെൻ ഇ എന്ന് പറയുന്നത് പെരിസൈക്കിൾ പാർട്ട്. അത് കഴിഞ്ഞാലാണ് ഇത് വരുന്നത് റേഡിയൽ ആൻഡ് പോളിയാർക്ക് സൈലം ബണ്ടിൽസ്. സെന്ററിലേക്ക് എത്തുമ്പോഴത്തേക്കും ലാസ്റ്റ് പാർട്ട് എന്താണ്, ലാർജ് വിത്ത് ആണ്. ദിസ് ഈസ് ദ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. ഓക്കെ, അപ്പൊ തന്നേക്കുന്ന ഫീച്ചറിന്റെ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ ആണ്. അപ്പൊ ആദ്യം ഫീച്ചർ തന്നിട്ട് അതിൽ നിന്ന് പാർട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. അത് മോണോകോട്ട് റൂട്ട് ആണെന്ന് മനസ്സിലായി. അതിനുശേഷം ആ മോണോകോട്ട് റൂട്ടിനെ അതിന്റെ കറക്റ്റ് സീക്വൻസിൽ പെരിഫറിൽ നിന്ന് സെന്ററിലേക്കുള്ള അറേഞ്ച്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടിയത് DBFEAC. ഇങ്ങനെ എഴുതി വെക്കരുത്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഓർഡറിൽ ആൻസറുകൾ എഴുതണം. ഓക്കെ, അതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് കാസ്പാരിയൻ സ്ട്രൈപ്സ്. കാസ്പാരിയൻ സ്ട്രൈപ്സിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ കൊടുക്കാനായിട്ട്. എന്താണ് കാസ്പാരിയൻ സ്ട്രൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻഡോഡെർമിസിന്റെ ടാൻജൻഷ്യൽ റേഡിയൽ വോളുകൾ സ്യൂബറിൻ ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ട് തിക്കൻഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് ദ വാട്ടർ ഇംപെർമിയബിൾ പാർട്ട്, ദാറ്റ് ഈസ് കോൾഡ് കാസ്പാരിയൻ സ്ട്രൈപ്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ കാസ്പാരിയൻ സ്ട്രൈപ്സ് എന്ന് പറയുന്നത് റൂട്ടിൽ കാണപ്പെടുന്ന ഒരു പാർട്ടാണ്. റൂട്ടിൽ ഏതാണ്, എൻഡോഡെർമിസിൽ കാണപ്പെടുന്ന സ്യൂബറിൻ ഡെപ്പോസിഷനുള്ള ഒരു പാർട്ടാണ് എന്ത്, കാസ്പാരിയൻ സ്ട്രൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ that you and your father are visiting a timber shop to buy wood for making furniture. Timber shop owner suggested rosewood. Father seeks your help to determine the age of the wood. നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടി ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്നതിനുള്ള തടി വാങ്ങാനായിട്ട് അടുത്തുള്ള ഒരു ടിമ്പർ ഷോപ്പിൽ പോവുകയും അവിടുത്തെ ഓണർ
റോസ്വുഡ് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ തടിയുടെ പ്രായം കണക്കാക്കാനായിട്ട് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ സഹായം തേടി. അപ്പോൾ അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നത്. അതിന്റെ ബേസിൽ ക്വസ്റ്റ്യൻ, ആസ് എ ബോട്ടണി സ്റ്റുഡന്റ് ക്യാൻ യു ഹെൽപ് യുവർ ഫാദർ? ഒരു ബോട്ടണി സ്റ്റുഡന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ സഹായിക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ് അവർ ആൻസർ ഈസ് യെസ്. യെസ് എന്നുള്ള ആൻസർ ആണെങ്കിൽ ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങൾ യെസ് പറയാനുള്ള കാരണം എന്താണ്? ബൈ കൗണ്ടിങ് ദ ആനുവൽ റിംഗ്, അല്ലേ? നമുക്ക് ഒരു ട്രീയുടെ ഏജ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് അതിന്റെ ആനുവൽ റിംഗ് കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആനുവൽ റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 bands of secondary xylem from autumn wood and spring wood formed in 1 year. That is called ആനുവൽ റിംഗ്, അല്ലേ? അപ്പോൾ ഒരു കോൺസെൻട്രിക് റിംഗ് ആയിട്ട് ഈ ആനുവൽ റിംഗ് ഫോം ചെയ്യപ്പെടും. അതിൽ ഓട്ടം വുഡും ഉണ്ടാകും, സ്പ്രിംഗ് വുഡും ഉണ്ടാകും. അപ്പോൾ by counting the annual ring we can estimate the age of tree. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എസ് ഉം രണ്ടാമത്തത് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ്. എന്താണ് അവിടെ കൊടുക്കേണ്ടത്? ബൈ കൗണ്ടിങ് ആനുവൽ റിംഗ്സ്. ആനുവൽ റിംഗ്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈക്കോട്ട് പ്ലാന്റ്സ് ഷോ സെക്കൻഡറി ഗ്രോത്ത് ഇൻ their stem and root. ഡൈക്കോട്ട് പ്ലാന്റ്സുകൾ എന്ത് കാണിക്കുന്നുണ്ട്? സ്റ്റെമ്മിലും റൂട്ടിലും സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. നെയിം ദ മെരിസ്റ്റം ദാറ്റ് കോസ് സെക്കൻഡറി ഗ്രോത്ത് ഇൻ വാസ്കുലർ റീജിയൻ ആൻഡ് കോർട്ടെക്സ്. ഏത് മെരിസ്റ്റമാണ് വാസ്കുലർ റീജിയനിലും കോർട്ടെക്സിലും സെക്കൻഡറി ഗ്രോത്തിന് കാരണമാകുന്നത്? വാസ്കുലർ റീജിയൻ ആൻഡ് കോർട്ടെക്സ്. രണ്ട് ക്വസ്റ്റ്യൻ ആണ് അവിടെ വന്നിരിക്കുന്നത്, അല്ലേ? വാസ്കുലർ റീജിയനിൽ സെക്കൻഡറി ഗ്രോത്തിന് കാരണമാകുന്ന മെരിസ്റ്റം ഏതായിരുന്നു? നമ്മൾ പഠിച്ചല്ലോ. വാസ്കുലർ റീജിയനിൽ, വാസ്കുലർ റീജിയൻ എന്ന് പറഞ്ഞാൽ സ്റ്റീലാർ പാർട്ട്, സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന ആ ഒരു പാർട്ടാണ്. സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തിന് കാരണമാകുന്ന മെരിസ്റ്റം ഏതാണ്? ലാറ്ററൽ മെരിസ്റ്റം ഏതാണ്? വാസ്കുലാർ ക്യാമ്പിയം. എന്നാൽ കോർട്ടെക്സ് ഭാഗത്ത് നടക്കുന്ന സെക്കൻഡറി ഗ്രോത്ത്, ദാറ്റ് ഈസ് കോൾഡ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്. ആ എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തിന് കാരണമാകുന്ന ലാറ്ററൽ മെരിസ്റ്റം ഏതാണ്? കോർക്ക് ക്യാമ്പിയം. അപ്പോൾ നമ്മളുടെ ഇവിടെ ആൻസർ നെയിം ദ മെരിസ്റ്റം ദാറ്റ് കോസ് സെക്കൻഡറി ഗ്രോത്ത് ഇൻ വാസ്കുലർ റീജിയൻ. അതെന്താണ്? വാസ്കുലർ ക്യാമ്പിയം. കോർട്ടെക്സ് എന്താണ്? കോർക്ക് ക്യാമ്പിയം. ഇനി കമന്റ് ഓൺ ദ ആക്ടിവിറ്റി ഓഫ് ദിസ് മെരിസ്റ്റം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ പറയുന്ന രണ്ട് ക്യാമ്പിയത്തിന്റെയും ആക്ടിവിറ്റി ആണ്. ഇവിടെ വാസ്കുലർ ക്യാമ്പിയം എടുക്കുകയാണെങ്കിൽ, വാസ്കുലർ ക്യാമ്പിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മെരിസ്റ്റമാറ്റിക് ലെയർ ദാറ്റ് കട്ട് ഓഫ് ദ സൈലം ആൻഡ് ഫ്ലോയം, അല്ലെങ്കിൽ വാസ്കുലർ ടിഷ്യൂസിനെ കട്ട് ചെയ്യുന്ന മെരിസ്റ്റമാറ്റിക് ലെയർ ടിഷ്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്? വാസ്കുലർ ക്യാമ്പിയം എന്ന് പറയുന്നത്. അങ്ങനെ അത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ സെക്കൻഡറി സൈലം എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് ഫോം ചെയ്യപ്പെടുന്നു? അവിടെ സെക്കൻഡറി സൈലം ഇന്നർ സൈഡിലേക്ക് ഫോം ചെയ്യുകയും സെക്കൻഡറി ഫ്ലോയം ഔട്ടർ സൈഡിലേക്ക് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ കോർട്ടെക്സ് ഭാഗത്ത് നടക്കുന്ന സെക്കൻഡറി ഗ്രോത്തിന് കാരണമാകുന്ന മെരിസ്റ്റം ഏതാ? കോർക്ക് ക്യാമ്പിയമാണ്. കോർക്ക് ക്യാമ്പിയം അല്ലെങ്കിൽ ഫെല്ലജൻ എന്നൊരു ടേം കൂടിയുണ്ട്. ഫെല്ലജന്റെ പുറത്ത് ഫോം ചെയ്യപ്പെടുന്ന ഡെഡ് ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് കോർക്ക്, അല്ലെങ്കിൽ ഫെല്ലം എന്ന് വിളിക്കാം. ഫെല്ലം. ഇനി അതേ കോർക്ക് ക്യാമ്പിയത്തിന്റെ അകത്ത് ഫോം ചെയ്യപ്പെടുന്ന ലിവിംഗ് സെൽസിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കോർട്ടെക്സ്. സെക്കൻഡറി കോർട്ടെക്സ് അല്ലെങ്കിൽ വേറൊരു പേരാണ് ഫെല്ലോഡം. 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 അപ്പോ അത് നമ്മൾ വാസ്കുലർ ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി പറഞ്ഞു. വാസ്കുലർ ക്യാമ്പിയത്തിൽ എന്താണെന്ന് പറഞ്ഞു. അടുത്തത് കോർക്ക് ക്യാമ്പിയത്തിൽ. കോർക്ക് ക്യാമ്പിയം എന്ന് പറഞ്ഞാൽ ഫെല്ലജൻ ആണ്. ഫെല്ലജന്റെ അകത്ത് രൂപപ്പെടുന്നതും പുറത്ത് രൂപപ്പെടുന്നതുമായിട്ടുള്ള സെല്ലുകളെ വിളിക്കുന്ന പേര് എന്താണെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്യാമ്പിയം. ഓക്കെ. Next question, some tissues in plants are not able to divide further. Suggest name for such tissue. ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ടിഷ്യൂസിനെ വിളിക്കുന്ന പേര് എന്താണ്? പെർമനന്റ് ടിഷ്യൂസ്, അല്ലേ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഡിവൈഡിംഗ് ടിഷ്യൂസ് ആണ്. എന്നാൽ ആ ഡിവൈഡിംഗ് ടിഷ്യൂ അതിന്റെ ഡിവിഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടുത്തിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് പെർമനന്റ് ടിഷ്യൂ. സോ ദ ആൻസർ പെർമനന്റ് ടിഷ്യൂ. ഗിവ് 83 എക്സാമ്പിൾ. പെർമനന്റ് ടിഷ്യൂസിന് എക്സാമ്പിൾ പറയുക. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസും ഉണ്ട്, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസും ഉണ്ട്, അല്ലേ? അതിൽ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് ഏതൊക്കെയാണ്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് ഏതൊക്കെയാണ്? സൈലം ആൻഡ് ഫ്ലോയം. അതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഓഫ് റൂട്ട് ആൻഡ് ലീഫ്.
ലീഫിന്റെയും റൂട്ടിന്റെയും എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിലുള്ള ഡിഫറൻസ് എഴുതാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കപ്പോ റൂട്ടിന്റെ എപ്പിഡെർമിസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ കാണപ്പെടുന്നത്? റൂട്ട് ഹെയർസ് പ്രസന്റ് ആണ്. എന്നാൽ ലീഫ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? റൂട്ട് ഹെയർസ് ആബ്സെന്റ് ആണ്. അതുപോലെ റൂട്ടിലെ സ്റ്റൊമാറ്റ ആബ്സെന്റ് ആണ്, ലീഫ്സിൽ എന്താണ്? സ്റ്റൊമാറ്റ പ്രസന്റ് ആണ്. അതുപോലെ തന്നെ റൂട്ട് എടുക്കുകയാണെങ്കിൽ ബുള്ളിഫോം സെൽസ് ആബ്സെന്റ് ആണ്, എന്നാൽ ലീഫില് ബുള്ളിഫോം സെൽസ് പ്രസന്റ് ആണ്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തു പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കറക്റ്റ് ദ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ അണ്ടർലൈൻഡ് ലൈൻ. In root, vascular tissues are conjoined. In root, vascular tissues are conjoined. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ എന്താ? അനലൈസ് ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കറക്റ്റ് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ അണ്ടർലൈൻഡ് ലൈൻ. അല്ലേ? In root, vascular tissues are conjoined. Is it correct? That is the false statement. അല്ലേ? റൂട്ടുകളിൽ വാസ്കുലർ ടിഷ്യൂസ് ഒരിക്കലും കൺജോയിന്റ് അല്ല. റൂട്ടുകളിൽ വാസ്കുലർ ടിഷ്യൂസ് എപ്പോഴും എന്താണ്? റേഡിയൽ ആണ്. ഏതാണ്? റേഡിയൽ ആണ്. ഇനി അടുത്തത്, കോർട്ടി ക്യാമ്പിയം ഈസ് അതർവൈസ് കോൾഡ് ഫെല്ലോഡം. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. കോർട്ടി ക്യാമ്പിയത്തിനെ ഫെല്ലോഡം എന്ന പേരിലാണോ അറിയപ്പെടുന്നത്? വേറൊരു പേര് അതാണോ? കോർട്ടി ക്യാമ്പിയത്തിന്റെ വേറൊരു പേര് എന്താണ്? ഫെല്ലജൻ. കോർട്ടി ക്യാമ്പിയത്തിന്റെ വേറൊരു പേരാണെന്ത്? ഫെല്ലജൻ. Next question. In an anatomy lab, Ramu and Salim were taking transverse section of two specimens, A and B respectively. Their observations are given in the table. Complete the table. അപ്പോൾ അവരെ രണ്ട് സ്പെസിമെൻസുകളാണ് അവിടെ ഒബ്സർവ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ച് ഫീച്ചറുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള ഫീച്ചറുകൾ നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സ്പെസിമെൻ എ, സ്പെസിമെൻ ബി. സ്പെസിമെൻ എയിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചറും ബിയിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചറും വെച്ച് ബാക്കി നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. എ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിലാണ്, ബി എന്ന് പറഞ്ഞാൽ ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതെന്താണ്? സ്റ്റെമ്മിന്റെ ഫീച്ചറുകളാണെന്ന് മനസ്സിലായി. ഇനി സ്റ്റെമ്മുകളിൽ ഏതൊക്കെ തരം സ്റ്റെമ്മുണ്ട്? ഡൈക്കോട്ട് സ്റ്റെമ്മുണ്ട്, മോണോക്കോട്ട് സ്റ്റെമ്മുണ്ട്. അതിൽ ഏതിന്റെ ഫീച്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിയാൽ നമ്മുടെ ആൻസർ റെഡിയായി. ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ. വാസ്കുലർ ബണ്ടിൽ ക്ലോസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാമ്പിയം ആൻഡ് ബിറ്റ്വീൻ ദ വാസ്കുലർ ബണ്ടിൽ. വാസ്കുലർ ബണ്ടിലിനിടയിൽ എന്തില്ല? ക്യാമ്പിയം ഇല്ല. അതായത് സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിൽ എന്തില്ല? ക്യാമ്പിയം ഇല്ല. സോ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ ഏത് തരം സ്റ്റെമ്മുകളിലാണ് കാണപ്പെടുന്നത്? നമുക്കറിയാം മോണോക്കോട്ട് സ്റ്റെമ്മുകളിൽ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിലും ഡൈക്കോട്ട് സ്റ്റെമ്മുകളിൽ ഓപ്പൺ വാസ്കുലർ ബണ്ടിലുമാണ്. അപ്പോൾ ഇത് രണ്ടും സ്റ്റെമ്മിന്റെ ഫീച്ചറാണ്. അപ്പോൾ ഇനി ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്താണ്? മോണോക്കോട്ട് സ്റ്റെമ്മിന്റെ ഫീച്ചർ, ഇവിടെ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഫീച്ചർ. മോണോക്കോട്ട് സ്റ്റെമ്മിന്റെ ഫീച്ചർ എഴുതാമല്ലോ. മോണോക്കോട്ട് സ്റ്റെമ്മുകളിൽ എന്താണ്? ഓൾറെഡി കൺജോയിന്റിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, ഇനി അത് എഴുതണ്ട. ബാക്കിയുള്ള ഫീച്ചറുകൾ എഴുതുക. ഇവിടെ മോണോക്കോട്ട് സ്റ്റെമ്മിന്റെയും അവിടെ എന്താണ്? ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും ഫീച്ചറുകൾ എഴുതുക. ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടെ നമുക്ക് എഴുതാം സ്ക്ലിയറൽ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ആണ് മോണോക്കോട്ട് സ്റ്റെമ്മുകളിലെങ്കിൽ ഇവിടെ എന്താണ്? ഡൈക്കോട്ട് സ്റ്റെമ്മുകളിൽ കോളൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ആണ്. ഇവിടെ സ്ക്ലിയറൽ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ആണെങ്കിൽ ഇവിടെ എന്താണ്? കോളൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ആണ്. ആ ഒരു ക്യാരക്ടർ അവിടെ എഴുതാം. ഓക്കെ. ഇനി മോണോക്കോട്ട് സ്റ്റെമ്മുകൾ എടുക്കുകയാണെങ്കിൽ വാസ്കുലർ ബണ്ടില് നമ്പർ കൂടുതലായിരിക്കും. അത് സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അവിടെ ഇവിടെ ഒരുപാട് ഉണ്ടാകും. എന്നാൽ ഡൈക്കോട്ട് സ്റ്റെം എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് വാസ്കുലർ ബണ്ടിലെ കാണത്തുള്ളൂ. ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോക്കോട്ട് സ്റ്റെം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ സാധ്യതയുണ്ട്. Next question. Grasses are capable of regeneration in spite of continuous grazing by cattle. Suggest the reason for this. കന്നുകാലികൾ കണ്ടിന്യൂസ് ആയിട്ട് മേഞ്ഞിട്ടുണ്ടെങ്കിലും പുല്ലുവർഗത്തിലുള്ള ചെടികൾക്ക് വീണ്ടും പുനർജനിക്കാനുള്ള കഴിവുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Grasses are capable of regeneration in spite of continuous grazing by cattle. Suggest the reason for this. അതിനുള്ള കാരണം എന്താണ്? കാരണം എന്താണ്? Due to the presence of ഇന്റർകാലറി മെരിസ്റ്റം. അല്ലെ, നമ്മൾ 3 ടൈപ്പ് മെരിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. അതിന്റെ ലൊക്കേഷൻ അനുസരിച്ചുകൊണ്ട് എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. അല്ലെ, അപ്പൊ ഇവിടെ എപ്പിക്കൽ ഭാഗത്താണ് ഈ പറയുന്ന കാറ്റൽസുകൾ കൺസ്യൂം ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെയും അത് വീണ്ടും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? റീജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനുള്ള കാരണം ഇവിടെയുള്ള ഇന്റർകാലറി മെരിസ്റ്റം ആണ്. സോ ദ റീസൺ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർകാലറി മെരിസ്റ്റം. So the next question, what are bulliform cells? Mention their function. എന്താണ് bulliform cells? എന്താണ് അതിന്റെ ധർമ്മം? bulliform cells എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? large colorless empty cells found in upper epidermis of
ഗ്രാസസ് അല്ലെ. മോണോകോട്ട് ലീഫുകളുടെ അപ്പർ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന ലാർജ് കളർലെസ് എംപ്റ്റി സെല്ലുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത്. ഈ ബുള്ളിഫോം സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? They make the leaves curl inwards to minimize the water loss. That is the function. Okay, the next question. Cambial ring is responsible for the formation of secondary vascular tissue both in dicot stem and dicot root. Distinguish the difference in the origin of this cambial ring. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാമ്പിയൽ റിങ്ങിന്റെ ഉത്ഭവത്തിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡൈക്കോട്ട് സ്റ്റെമ്മുകളും ഡൈക്കോട്ട് റൂട്ടുകളിലും സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുണ്ട്. അവിടെ എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തും അതുപോലെ തന്നെ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തും നടക്കുന്നുണ്ട്. സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തിന് കാരണമാകുന്നത് വാസ്കുലാർ ക്യാമ്പിയവും എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തിന് കാരണമാകുന്നത് കോർക്ക് ക്യാമ്പിയവുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാമ്പിയൽ റിംഗിൻ പാർഷ്യലി പ്രൈമറി ഒറിജിൻ ആൻഡ് പാർഷ്യലി സെക്കൻഡറി ഒറിജിൻ. അതായത് ഡൈക്കോട്ട് സ്റ്റെമ്മുകൾ എടുക്കുമ്പോൾ കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിലാണ് അല്ലെ, അതിൽ ക്യാമ്പിയം കാണപ്പെടുന്നുണ്ട്. അത് ഓൾറെഡി പ്രൈമറി കണ്ടീഷൻ ആണ്, പ്രൈമറി ഒറിജിൻ ആണ്. എന്നാൽ സെക്കൻഡറി ഗ്രോത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത്? അവിടെ ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയവും ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയവും കൂടി ചേർന്നാണ് അവിടെ ക്യാമ്പിയൽ റിംഗ് ആയിട്ട് ഫോം ചെയ്യപ്പെടുന്നത്. ഒരു റൗണ്ട് ക്യാമ്പിയൽ റിംഗ് ആയിട്ട് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊരു ക്യാരക്ടറായിട്ട് അവിടെ നമുക്ക് പറയാം. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ കേസ് പറയുമ്പോൾ പാർഷ്യലി പ്രൈമറി ഒറിജിൻ ആൻഡ് പാർഷ്യലി സെക്കൻഡറി ഒറിജിൻ ആണ്. ഡൈക്കോട്ട് റൂട്ടുകളുടെ കേസ് എടുക്കുമ്പോൾ അവിടുത്തെ ഒറിജിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻ സെക്കൻഡറി ഒറിജിൻ ആണ് ആ ഒരു ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്യപ്പെടുന്നത്. അവിടെ എങ്ങനെയാണ് ആ ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്യപ്പെടുന്നത്? അവിടെയുള്ള കൺജങ്ക്റ്റീവ് ടിഷ്യൂസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ആ കൺജങ്ക്റ്റീവ് ടിഷ്യൂസ് എടുക്കുകയാണെങ്കിൽ ആ കൺജങ്ക്റ്റീവ് ടിഷ്യൂ ഇന്നർ ടു ദ ഫ്ലോയം ബിക്കം മെരിസ്റ്റമാറ്റിക് ടു ഫോം എ ക്യാമ്പിയം. അതുപോലെ തന്നെ പെരിസൈക്കിൾ ഔട്ട്സൈഡ് ദ പ്രോട്ടോസൈലം ബിക്കം മെരിസ്റ്റമാറ്റിക് ആൻഡ് ടു ഫോം എ സ്ട്രൈപ്പ് ഓഫ് ക്യാമ്പിയം. ആ പറയുന്ന സ്ട്രൈപ്പ് ഓഫ് ക്യാമ്പിയവും ആദ്യം ഫോം ചെയ്ത ക്യാമ്പിയവും തമ്മിൽ ഫ്യൂസ് ചെയ്തുകൊണ്ട് ഒരു വേവി ക്യാമ്പിയൽ റിംഗ് ആണ് എവിടെ ഫോം ചെയ്യപ്പെടുന്നത്? ഡൈക്കോട്ട് റൂട്ടുകളിൽ ഫോം ചെയ്യുന്നത്. എന്നാൽ ഡൈക്കോട്ട് സ്റ്റെമ്മുകളിൽ എങ്ങനെയാണ്? റൗണ്ട് ക്യാമ്പിയൽ റിംഗ് ആണ് ഫോം ചെയ്യപ്പെടുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, then fill in the blanks. റൂട്ട് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. അങ്ങനെയാണെങ്കിൽ സ്റ്റെമ്മുകളിൽ എന്തായിരിക്കും? റൂട്ടുകളെല്ലാം റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണെങ്കിൽ സ്റ്റെമ്മുകളെല്ലാം എന്താണ്? കൺജോയിൻ വാസ്കുലാർ ബണ്ടിൽ. ഇനി ഇന്നർ ടു എപ്പിഡെർമിസ് ഈസ് ഹൈപ്പോഡെർമിസ്. എപ്പിഡെർമിസിനകത്തുള്ള ഭാഗത്തെ ഹൈപ്പോഡെർമിസ് എന്ന് വിളിച്ചാൽ ഇന്നർ ടു എൻഡോഡെർമിസ്. എൻഡോഡെർമിസിനകത്തുള്ള ഭാഗത്തെ എന്ത് വിളിക്കും? എൻഡോഡെർമിസിനകത്തുള്ള ഭാഗത്തെ നമുക്ക് സ്റ്റീൽ അല്ലെങ്കിൽ എന്ത് പെരിസൈക്കിൾ, രണ്ടെഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. എൻഡോഡെർമിസിന് തൊട്ടടുത്തുള്ള ഭാഗമാണ് പെരിസൈക്കിൾ എന്ന് പറയുന്നത്. പെരിസൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ എന്ന് പറയുന്ന പാർട്ടിലൊരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ അവിടെ ആൻസർ എഴുതാം? പെരിസൈക്കിൾ എഴുതാം, അതും കറക്റ്റ് ആണ്. അല്ലെങ്കിൽ സ്റ്റീൽ എന്ന് എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. Is it clear? Next question. Observe the diagrams and identify the tissue type. ഈ ഡയഗ്രാംസ് ഒബ്സർവ് ചെയ്തുകൊണ്ട് ഏത് ടിഷ്യൂസ് ആണെന്ന് എഴുതുക. ജസ്റ്റിഫൈ യുവർ ആൻസർ. നോക്കുക, ഇതാണ് രണ്ട് ടിഷ്യൂസ്. ഇവിടെ നോക്കുക, ഈ പറയുന്ന ടിഷ്യൂസിന്റെയൊക്കെ കോർണർ സൈഡുകൾ തിക്കൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ആ തിക്നെസ്സിന് കാരണം അവിടെ അടങ്ങിയിരിക്കുന്ന സെല്ലോസും ഹെമിസെല്ലോസും പെക്റ്റിനൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കോർണർ സൈഡ് തിക്കറ്റ് ആയിട്ടുള്ള സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് കോളൻ കൈമ. ഇതെന്താണ്? കോളൻ കൈമയാണ്. ഇനി അടുത്ത ടിഷ്യൂസ് നോക്കുക. ഇവിടെ എന്താണ്? ഇന്നർ ലെയർ തിക്കറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ. അതിന്റെ കാരണം അവിടെ അടങ്ങിയിരിക്കുന്ന എന്താണ്? ലിഗ്നിൻ ഡെപ്പോസിഷൻ ആണ്. അപ്പൊ ഈ ലിഗ്നിൻ ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഭാഗം തിക്കന്റ് ആയിട്ട് വരുന്നത്. ഇത്തരം സെല്ലുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ക്ലീറൻ കൈമ. അപ്പൊ എ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഏതാണ്? ഇത് കോളൻ കൈമയും ഇതെന്താണ്? സ്ക്ലീറൻ കൈമയുമാണ്. ഇനി ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന്റെ കോർണർ സൈഡ് തിക്കന്റ് ആണുള്ള കാരണവും ഇതിന്റെ ഇന്നർ വോൾ തിക്കന്റ് ആണുള്ള കാരണവും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാസ്കുലാർ ബണ്ടിൽസ് ഇൻ മോണോകോട്ട് റൂട്ട് ഈസ് പോളിയാർ ആൻഡ് ഹെക്സാ റേഡിയൽ. ഡൈക്കോട്ടിൽ എങ്ങനെയായിരിക്കും? റേഡിയൽ തന്നെയാണ് അല്ലെ. ഡയാർ ടു ഹെക്സാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കുറച്ച് വാസ്കുലാർ ബണ്ടിൽസ് കാണത്തുള്ളൂ ഡൈക്കോട്ട് റൂട്ടുകളിൽ. മോണോകോട്ട് റൂട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡൈക്കോട്ട് റൂട്ടുകളിൽ വളരെ കുറച്ച് വാസ്കുലാർ ബണ്ടിൽസുകളെ കാണത്തുള്ളൂ. വി ക്യാൻ സേ ദാറ്റ് ഡയാർ ടു ഹെക്സാർക്ക് എന്ന് പറയാം. ഒപ്പം റേഡിയൽ തന്നെയാണ്. In woody trees, secondary growth takes place in stellar and extrastellar region. Comment on extrastellar secondary growth. Extrastellar secondary growth നെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. Extrastellar secondary growth എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ലാറ്ററൽ മെരിസ്റ്റം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു.
കോർക്ക് ക്യാമ്പിയം അല്ലെങ്കിൽ ഫെല്ലജൻ ആണെന്ന് പറഞ്ഞു അല്ലേ. ആ ഫെല്ലജനിന്റെ രണ്ട് ടൈപ്പ് ടിഷ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കോർക്ക് എന്ന് പറയുന്ന ടിഷ്യൂസും അതുപോലെ തന്നെ ഏതാണ് സെക്കൻഡറി കോർട്ടെക്സ് എന്ന് പറയുന്ന ടിഷ്യൂ അല്ലെങ്കിൽ ഫെല്ലവും ഫെല്ലോഡാവും. അത് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോസിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കോർക്ക് ക്യാമ്പിയത്തിന് ഔട്ട്സൈഡ് ഫോം ചെയ്യപ്പെടുന്ന ഡെഡ് ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം എന്നും, കോർക്ക് ക്യാമ്പിയത്തിന് ഇൻസൈഡ് ഫോം ചെയ്യപ്പെടുന്ന അകത്ത് ഫോം ചെയ്യപ്പെടുന്ന ലിവിംഗ് ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കോർട്ടെക്സ് അല്ലെങ്കിൽ ഫെല്ലോഡേം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ആർ ഗിവൻ. A and B രണ്ട് വാസ്കുലർ ബണ്ടിൽസ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ A and B സ്റ്റേറ്റ് റീസൺ. ഇതെന്താണ്? കൺജോയിന്റ് വാസ്കുലർ ബണ്ടിലാണ്. ഇത് റേഡിയൽ വാസ്കുലർ ബണ്ടിലാണ്. ഇത് കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ എന്തുണ്ട്? ക്യാമ്പിയം ഉണ്ടെങ്കിൽ അത്തരം വാസ്കുലർ ബണ്ടിലിനെ വിളിക്കുന്നത് എന്താണ്? കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ അല്ലെ. കൺജോയിന്റ് കൊളാറ്ററൽ ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ് A എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് റേഡിയൽ വാസ്കുലർ ബണ്ടിലാണ്. ഇവിടെ കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ ക്യാമ്പിയം ഈസ് പ്രസന്റ്. അവിടെ വാസ്കുലർ ബണ്ടിലുകളെല്ലാം സെയിം റേഡിയസിലായിരിക്കും കാണപ്പെടുന്നത്. റേഡിയൽ വാസ്കുലർ ബണ്ടിലിന്റെ പ്രത്യേകത എന്താണ്? സൈലം ബണ്ടിലും ഫ്ലോയം ബണ്ടിലും ഡിഫറെന്റ് റേഡിയസിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ A and B. Okay, next one, food in plant is transported from leaves to other part of the plant body. Which is the tissue that do this function? What are its elements? പ്ലാന്റ്സുകളിൽ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ലീഫിൽ നിന്ന് മറ്റുള്ള പാർട്ടുകളിലേക്ക് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏത് ടിഷ്യൂസ് ആണ് ആ ഫംഗ്ഷൻ നിർവഹിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് ദ ആൻസർ ഈസ് ഫ്ലോയം. സോ റൈറ്റ് ദ ഫ്ലോയം എലമെന്റ്സ്. എന്തൊക്കെയാണ് ഫ്ലോയത്തിന്റെ എലമെന്റ്സ് അല്ലെങ്കിൽ ഫ്ലോയം കമ്പോണന്റ്സ് ഏതൊക്കെയാണ്? ഫ്ലോയം കമ്പോണന്റ്സ്? കമ്പാനിയൻ സെൽ, സീഡ് ട്യൂബ്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. ഒന്നുകൂടി പറയാം, ഏതൊക്കെയാണ്? സീഡ് ട്യൂബ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം ഫൈബേഴ്സ് ആൻഡ് ഫ്ലോയം പാരൻകൈമ. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, അനലൈസ് ദ ടേബിൾ ആൻഡ് അറേഞ്ച് ദ മാറ്റർ ഇൻ ആൻ അപ്രോപ്രിയേറ്റ് ഓർഡർ. 3 കോളം ഉണ്ട്, A, B, C. എക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ബിയിൽ നിന്ന് കണ്ടെത്തി, ബിക്ക് കറക്റ്റ് ആയിട്ടുള്ളത് സിയിൽ നിന്നും കണ്ടെത്തി അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എയിൽ മോണോകോട്ട് സ്റ്റെം, ഡൈകോട്ട് സ്റ്റെം, ഐസോബൈലാറ്ററൽ ലീഫ്, ഡൈകോട്ട് റൂട്ട്. ബിയിൽ ബോളിഫോം സെൽസ്, റേഡിയൽ, ക്ലോസ്ഡ് ഓപ്പൺ. സിയിൽ കാസ്പാനിയൻ സ്ട്രൈപ്പ്, പ്രോട്ടോസൈലം ലാറ്റിന, സെക്കൻഡറി തിക്കനിങ്, എപ്പിഡെർമിസ്. ഇതെങ്ങനെ മാച്ച് ചെയ്യാം? മോണോകോട്ട് സ്റ്റെം. മോണോകോട്ട് സ്റ്റെമ്മിൽ എന്താണ് പ്രത്യേകത? മോണോകോട്ട് സ്റ്റെമ്മിന്റെ പ്രത്യേകത അവിടെയുള്ള വാസ്കുലർ ബണ്ടിലുകൾ ക്ലോസ്ഡ് ആണ്. മോണോകോട്ട് സ്റ്റെം ക്ലോസ്ഡ് ആണ്. ഒപ്പം മോണോകോട്ട് സ്റ്റെമ്മിൽ എന്തുകൂടിയുണ്ട്? ഇവിടെയുള്ള ഏതാണ് മോണോകോട്ട് സ്റ്റെമ്മിന്റെ പ്രത്യേകത? പ്രോട്ടോസൈലം ലാറ്റിന. പ്രോട്ടോസൈലം ലാറ്റിനകൾ കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഡൈകോട്ട് സ്റ്റെം. ഡൈകോട്ട് സ്റ്റെം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ വാസ്കുലർ ബണ്ടിലുള്ളതാണ്. ആ ഡൈകോട്ട് സ്റ്റെം ഓപ്പൺ വാസ്കുലർ ബണ്ടിലുള്ളത് കൊണ്ടാണ് അവിടെ എന്ത് ക്യാമ്പിയം ആക്ടിവിറ്റി നടക്കുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് സെക്കൻഡറി തിക്കനിങ് അല്ലേ. അപ്പോൾ ഇവിടെ ഡൈകോട്ട് സ്റ്റെം ഓപ്പൺ, സെക്കൻഡറി തിക്കനിങ്. നെക്സ്റ്റ് വൺ, ഐസോബൈലാറ്ററൽ ലീഫ്. ഐസോബൈലാറ്ററൽ ലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മോണോകോട്ട് ലീഫാണ്. മോണോകോട്ട് ലീഫിന്റെ പ്രത്യേകത എന്താണ്? ബുള്ളിഫോം സെല്ലുകൾ അപ്പർ എപ്പിഡെർമിസിൽ കാണപ്പെടുന്നുണ്ട്. ബുള്ളിഫോം സെൽസ് കാണപ്പെടുന്നത് എവിടെയാണ്? അപ്പർ എപ്പിഡെർമിസിലാണ്. സോ ബുള്ളിഫോം സെൽസിന് മാച്ച് ചെയ്ത് വരുന്നത് എന്താണ്? എപ്പിഡെർമിസ് ആണ്. ഇനി ഡൈകോട്ട് റൂട്ട്. ഡൈകോട്ട് റൂട്ടിന്റെ പ്രത്യേകത എന്താണ്? വാസ്കുലർ ബണ്ടിൽ റേഡിയൽ ആണ്. റൂട്ടുകളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? അതിന്റെ എൻഡോഡെർമൽ പാർട്ടിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? കാസ്പാരിയൻ സ്ട്രൈപ്സ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എയും ബിയും സിയും നമുക്ക് കറക്റ്റ് ഓർഡറിൽ കിട്ടി. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, ഹൗ ഡു യു കോറിലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ക്യാമ്പിയം വിത്ത് ചേഞ്ചിങ് സീസൺ? നമ്മൾ പഠിച്ചു ക്യാമ്പിയം ആക്ടിവിറ്റി സ്പ്രിംഗ് സീസണിലും അതുപോലെ തന്നെ ഓട്ടം സീസണിലും എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അവനെ 2 ടൈപ്പ് വുഡുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡ്യൂറിംഗ് സ്പ്രിംഗ് സീസൺ ക്യാമ്പിയം ഈസ് വെരി ആക്റ്റീവ്. സോ ദേ പ്രൊഡ്യൂസ് ലാർജ് xylem vessels with a wider cavity. Such a type of wood is called spring wood അല്ലെങ്കിൽ early woodകൾ എന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് വിന്റർ സീസൺ അല്ലെങ്കിൽ ഓട്ടം സീസണിൽ ഈ പറയുന്ന ക്യാമ്പിയം ആക്ടിവിറ്റി വെരി ലെസ് ആയിരിക്കും. വെരി ലെസ് റിയാക്റ്റീവ് ഇൻ വിച്ച് സീസൺ? വിന്റർ സീസൺ. ആ ഒരു കണ്ടീഷനിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് സൈലം എലമെന്റ്സുകളായിരിക്കും വിച്ച് കണ്ടെയ്ൻ നാരോ ക്യാവിറ്റീസ്. അത്തരത്തിലുള്ള വുഡുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓട്ടം വുഡ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ ഡു യു
ഓട്ടം വുഡിനെയും സ്പ്രിംഗ് വുഡിനെയും കുറിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്പ്രിംഗ് സീസൺ. ഏതുതരം വുഡാണ്? ഏർലി വുഡാണ്. ഓട്ടം സീസൺ ഏതുതരം വുഡാണ്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? ലേറ്റ് വുഡാണ്. Is it clear?